പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം തൃശ്ശൂരിൽ പത്രിക പിൻവലിച്ചു എന്നുള്ള ഒരു ആശ്വാസ വാർത്ത. LDFനാണത് ഏറ്റവും അധികം ആശ്വാസം എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം തൃശ്ശൂരിൽ പത്രിക പിൻവലിച്ചിരിക്കുന്നു. നേരത്തെ LDFനെതിരെ 3 സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. മനസ്സിലാക്കുക, കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനൊപ്പമാണ്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അത് ഏറ്റവും അധികം തലവേദനയാകുന്നത് LDFന് തന്നെയാണ്. LDF മുന്നണിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു നീക്കം എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ അത് ചർച്ചയാകും. വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടും. ആ ചിന്തകൾ, ആ ആശങ്കകൾക്കൊക്കെ ഒരു ശമനം വന്നിരിക്കുന്നു. LDFന് ആശ്വസിക്കാം. തൃശ്ശൂരിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക പിൻവലിച്ചിരിക്കുന്നു. LDFനെതിരെ നേരത്തെ 3 സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഇവിടെ സിവിൽ സ്റ്റേഷൻ, ഒളരി, പുത്തൂർക്കര എന്നിവിടങ്ങളിലാണ്, ഈ സ്ഥലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്. അത് പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ LDFന് ആശ്വാസമായിക്കൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ, ഒളരി, പുതൂർക്കര എന്നിങ്ങനെ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്.